ജന്മനക്ഷത്ര മഹോത്സവം ആഘോഷിക്കുവാൻ നമ്മൾ തൃക്കൊടി ഉയർത്തിയിരിക്കുകയാണ്. ഭഗവാൻ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ആദർശക്കൊടി. വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കൊടിയിൽ നിറങ്ങൾ യുഗവിധി ഭേദം, ത്രേതയിൽ കറുപ്പ്, ത്രേതയിൽ ചുവപ്പ്, ദ്വാപരയിൽ വെള്ള, കലിയിങ്കൽ നീല. ഭഗവാൻ തന്നെ നമുക്ക് ആദർശക്കൊടിയെ പറ്റി വർണ്ണിച്ച് തന്നിരിക്കുകയാണ്. ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം 4 നിറത്തിലുള്ള കൊടി ഉണ്ടാക്കി നമ്മുടെ കൊടി മരത്തിൽ ഇപ്പോൾ നമ്മൾ ഉയർത്തി. ഇത് ഈ വ്യവസ്ഥ പ്രകാരം, യുഗവ്യവസ്ഥ പ്രകാരം ഗുരുവിന്റെ അറിവിനനുസരിച്ച് ജീവിതം ചെയ്യുന്ന ഒരു മർത്യന്റെ മാനസത്തിൽ അഥവാ ഹൃദയത്തിൽ ജഗദീശ്വരന്റെ ആദർശക്കൊടി ഉയരണം. അവിടെയാണ് പൂര മഹോത്സവം നടത്തപ്പെടുന്നത്. അവിടെയാണ് നടക്കുന്നത്. നമ്മളിപ്പോൾ ബാഹ്യമായി ചെയ്യുന്ന കർമ്മങ്ങൾ അത് ലോകവശാൽ ആവശ്യമാണ്. കാരണം നമ്മൾ അത്രയൊക്കെ വളർന്നുള്ളൂ. ആന്തരികമായ അവസ്ഥയിൽ എത്തുവാനാണ് ഈ ബാഹ്യകർമ്മങ്ങൾ ഉപയോഗിക്കേണ്ടുന്നത്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മൾ ചെയ്യുന്ന ബാഹ്യമായ കർമ്മങ്ങൾ ആന്തരികമായ അവസ്ഥയിലേക്ക് രൂപാന്തരം പ്രാപിച്ച് നമ്മളിൽ ഈ വ്യവസ്ഥ പ്രകാരമുള്ള വളർച്ച ഉണ്ടാകണം. തപസ്സും യാഗവും പൂജയും നമ്മളിൽ കൂടി സംഭവിച്ച് നമ്മൾ നാമസങ്കീർത്തന രൂപങ്ങളായി തീരണം. ഓരോരുത്തരും ഓരോ ആത്മാവും. അവിടെയാണ് ശുഭാനന്ദ ദിവ്യ വാഴ്ച അഥവാ ശുഭാനന്ദ പൂരം നമുക്ക് അനുഭവമാകും. അപ്രകാരം നമ്മൾ ഓരോരുത്തരും മാസങ്ങൾക്ക് മുൻപ് മുതലേ നമ്മുടെ ഹൃദയം ഒരുക്കിക്കൊണ്ടേയിരിക്കുക. ഞാനിവിടെ വന്ന് അറിയിച്ച അറിവിൻ പ്രകാരവും മുൻ ശരീരങ്ങളിലൂടെ അറിയിച്ച അറിവിൻ പ്രകാരവും ഓരോരുത്തരും പൂരം മഹോത്സവം ആഘോഷിക്കുവാൻ വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്രകാരം ഹൃദയം ഒരുക്കിക്കൊണ്ട് ഇന്ന് ഈ സന്നിധാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നവർ ഒന്ന് കൈ ഉയർത്തി കണ്ടാക്കണം. ശുഭാനന്ദ ഗുരുദേവൻ തപസ് അരുതാത്തത് ചെയ്യരുത് എന്ന് പറഞ്ഞതിനെ ഒഴിവാക്കുന്നു. യാഗം ഹൃദയം കൊണ്ട് പൂജ ചെയ്യുന്നു. കാബരയിലെ പൂജ ഹൃദയം കൊണ്ടാണ് നമ്മുടെ ഗുരുവിനെ നമ്മൾ പൂജ ചെയ്യേണ്ടത്. അത് ഭഗവാൻ തന്നെ പാടി തന്നിട്ടുണ്ട്. ഹൃദയ പൂജ ചെയ്യുക നിന്റെ ആത്മാവിൽ ഗുരുവിന്റെ രൂപം കാണാം. അപ്രകാരം തപസ്സും യാഗവും പൂജയും ചെയ്യുമ്പോൾ നമ്മുടെ ഗുരുവിന്റെ പ്രകാശം നമ്മളിൽ കൂടി മറ്റുള്ളവരിലേക്ക് എത്തും. നമ്മൾ ഓരോന്നോരോന്ന് കരുതി കർമ്മിക്കുമ്പോൾ നമ്മൾക്ക് ബാഹ്യവും ആന്തരികവുമായ ഒരു തിളക്കമുണ്ടാകും. ആ തിളക്കം കാണുമ്പോഴും അത് അനുഭവിക്കുമ്പോഴും മറ്റുള്ളവർക്ക് മനസ്സിലാകും ഇവരിൽ എന്തോ പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ ഇവളിൽ എന്തോ പ്രത്യേകതയുണ്ട് എന്ന് ഓരോരുത്തർക്കും മനസ്സിലാകും. പല വിധത്തിലായിരിക്കും നമുക്കതിന് പ്രതികരണം ഉണ്ടാവുന്നതെങ്കിലും അതെല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു സത്യമാണ്. അത് അന്വേഷികൾക്ക് അത് കൃത്യമായി മനസ്സിലാകും. ബാക്കിയുള്ളവർക്ക് അത്രയും മനസ്സിലാവുകയില്ല. എന്നാലും ഈ പ്രകാശം തീർച്ചയായും ഹൃദയപൂജ ചെയ്യുന്ന ഒരു ആത്മാവിൽ നിന്ന് ശുഭാനന്ദ പ്രഭ സർവദാ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. അവിടെയാണ് നാമസങ്കീർത്തനം. നാമസങ്കീർത്തന വ്യവസ്ഥ അതാണ്. നമ്മുടെ ആത്മചൈതന്യ തിളക്കത്തിലൂടെ നമ്മുടെ ഗുരുവിന്റെ മഹാത്മ്യത്തെ ലോകത്തിലേക്ക് പ്രകാശിപ്പിക്കുക. തപസ്സും യാഗവും പൂജയും ചെയ്യുന്ന ഒരു ആത്മാവിൽ കൃത്യമായി ഇത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ആദർശ കൊടി ഉയരുന്നത്. കൊടിയുയർത്തി കൊടിയുയർത്തി ആദർശ കൊടിയുയർത്തി ആദർശ
കാലാവസ്ഥയിലും സർവ്വദേവീദേവന്മാരും ദൂതപരിവാരങ്ങളും എഴുന്നള്ളി നിന്നുകൊണ്ടാണ് നമ്മുടെ പൂരം ജന്മ നക്ഷത്രത്തിന് ഉൾക്കൊടിയേറിയിരിക്കുന്നത്. കാരണം എന്താണ്? അവതാരം, ശുഭാനന്ദ അവതാരം. അത് ഈ ലോകത്തിലേക്ക് സംഭവിച്ചതിൻ്റെ ജന്മനക്ഷത്രമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. സർവ്വദേവീദേവന്മാരും ദൂതന്മാരും ഭഗവാനെ കാണുവാൻ ആഗ്രഹിക്കുമ്പോൾ, അതിനുവേണ്ടി അനേകായിരം വർഷങ്ങൾ തപസ്സനുഷ്ഠിക്കുമ്പോൾ, അതിനുവേണ്ടി ആർത്തിയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ, അതിനുവേണ്ടി വിവിധ പൂജകൾ ഈ ലോകത്തിലും ആലോകത്തിലും സംഭവിക്കുമ്പോഴാണ് ഭഗവാൻ തിരുവവതാരമാകുന്നത്. അപ്പോൾ മാത്രമേ ദേവീദേവന്മാർക്ക് പോലും തന്നെ കാണുവാൻ കഴിയുകയുള്ളൂ എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ ജന്മനക്ഷത്രം അവരുടെ കൂടി ജന്മനക്ഷത്രമാണ്. ആരുടെ? ദേവീദേവന്മാരുടെയും ദൂതപരിവാരങ്ങളുടെ കൂടി ജന്മനക്ഷത്രമാണ്. അതുകൊണ്ടാണ് ഈ സന്നിധാനത്തിൽ, ഈ ദേവലോക സദസ്സിൽ ദൈവം എഴുന്നള്ളി നിന്നുകൊണ്ട് തന്റെ തിരുവവതാര പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ മഹാസന്നിധാനത്തിൽ എന്ത് കർമ്മങ്ങൾ നടക്കുമ്പോഴും ദേവീദേവന്മാരും ദൂതപരിവാരങ്ങളും എഴുന്നള്ളി നിലകൊള്ളും. നമുക്ക് ഓരോരുത്തർക്കും ശരീരപ്രകാരം അവരെ കാണാൻ കഴിയുന്നില്ല എങ്കിലും നിങ്ങൾക്കറിയാം അവരുടെ സാന്നിധ്യം. ഞാൻ ഈ പറഞ്ഞ പ്രകാരം ഭക്തിയോടുകൂടി വ്രതമനുഷ്ഠിച്ചുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേരുന്ന ഓരോ ആത്മാവിലും ഈ ദേവീദേവന്മാരുടെയും ദൂതപരിവാരങ്ങളുടെയും സാന്നിധ്യം അറിയാൻ പറ്റും. അങ്ങനെ എപ്പോഴെങ്കിലും അറിഞ്ഞിട്ടുള്ള ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി കണ്ടെത്തുക. സത്യമായി അനുഭവമുള്ളവർ മാത്രമേ കൈ ഉയർത്തിയാൽ മതി. കാരണം അനേക ഇടങ്ങളിൽ നിന്നും അനേകം ആത്മാക്കൾ ഈ ദേവീദേവന്മാരുടെയും ദൂതപരിവാരങ്ങളുടെയും സാന്നിധ്യം അനുഭവിച്ച് ഇവിടെ വന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? ദേവലോക തുല്യമായ ദേവാലയം, ജഗദീശ്വരൻ തിരുവവതാരമായി വന്ന സ്ഥാനമാണിത്. തന്റെ തിരുകർമ്മങ്ങൾ ലോകത്തിലേക്ക് അറിയിക്കുവാൻ ഉപയോഗിച്ച സന്നിധാനമാണിത്. 4 തിരു ശരീരങ്ങളിലൂടെ അത്യുത്ഭുതമായ പ്രവർത്തനങ്ങൾ നടത്തിയ മഹാസന്നിധാനമാണിത്. അതുകൊണ്ട് ഇവിടേക്ക് എപ്പോഴും ദേവീദേവന്മാരും ദൂതപരിവാരങ്ങളും എത്തിച്ചേരും. സർവ്വ പുണ്യകർമ്മങ്ങൾക്കും അവർ സാക്ഷിയായി നിൽക്കും. കാരണം ഇതിലുപരിയായ ഒരു കർമ്മം ഈ ലോകത്തിൽ എങ്ങും നടക്കുന്നില്ല എന്നതാണ് സത്യം. ഇതിലുപരിയായി ഒരു കർമ്മവും ഈ ലോകത്തിൽ നടക്കുന്നില്ല. എന്താണ് കാരണം? ത്യാഗപരിപൂർണരൂപനാകുന്ന ജഗദീശ്വരൻ തന്റെ തിരുവവതാര കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി സ്വീകരിച്ച തിരുവുടലുകളിൽ കൂടി അത്യുത്കൃഷ്ടമായ പരമോത്കൃഷ്ടമായ ത്യാഗകർമ്മം നടത്തിയ സ്ഥലമാണിത്. ഈ ജഗദീശ്വരൻ പ്രത്യക്ഷമായി നിൽക്കുന്ന ഒരു സ്ഥാനത്ത് മാത്രമേ അപ്രകാരം ദേവഗണങ്ങൾ എഴുന്നള്ളുകയുള്ളൂ. അത് ആ സന്നിധാനത്തിൽ, ഈ മഹാസന്നിധാനത്തിൽ നമ്മുടെ ദൈവത്തിന്റെ മുൻപിൽ, ജഗദീശ്വരന്റെ മുൻപിൽ അറിഞ്ഞോ അറിയാതെയോ എത്തിച്ചേർന്നവരാണ് നമ്മൾ ഓരോരുത്തരും. കൂടുതൽ ആളുകളും ഇതൊന്നും അറിയാതെ എത്തിയവരാണ്. എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ തീർക്കുവാൻ, ദുഃഖമൊഴിക്കുവാൻ, സങ്കടങ്ങൾ തീർക്കുവാൻ, സന്താപങ്ങൾ അകറ്റുവാൻ, രോഗങ്ങൾ ഒഴിക്കുവാൻ ഓരോ വഴികളിലൂടെ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നു. ഇവിടെ വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാത്തിനും ഒറ്റ വരുന്നേ ഉള്ളൂ. അത് സത്യം മാത്രമാണ്. സത്യത്തെ പരിപാലിച്ച് സത്യസ്വരൂപിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ചിത്തത്തിലുള്ള അത്തലുകൾ അകറ്റി, നമ്മളിലുള്ള ദുഃഖങ്ങളെ മാറ്റി ആനന്ദം അനുഭവിക്കുവാനുള്ള മാർഗം തെളിയിക്കുന്ന ഒറ്റ സത്യം. സത്യസ്വരൂപനെ നീതാ
നമുക്ക് ഈ സത്യം ഉപദേശിച്ച ആളിനെ പരിപൂർണമായി നമ്മുടെ ഹൃദയത്തിൽ കാണുവാൻ കഴിയും. അപ്പോൾ തന്നോടൊപ്പം നിൽക്കുന്ന ആളുകളെയും നമുക്ക് മനസ്സിലാകും. ദൂതന്മാരെയും ദേവീദേവന്മാരെയും ഒക്കെ, അതിനൊക്കെ ഓരോ വിധത്തിലുള്ള ജന്മാന്തര സുഹൃതം ഉണ്ടാവണം, മഹാഭാഗ്യം ഉണ്ടാകണം, ദർശന ഭാഗ്യം ഉണ്ടാകണം. നമുക്കിതിന്റെ ഒന്നും ആവശ്യം സത്യത്തിലില്ല, ഇവരെയൊന്നും കാണേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. പക്ഷേ ഈ സത്യത്തിലൂടെ ജീവിതം ചെയ്യുമ്പോൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ ഇവരുടെ സാന്നിധ്യവും സാമീപ്യവും അവരുടെ കരുതലും ഒക്കെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. അവരുടെയും സഹായം നമുക്ക് ആവശ്യമാണ്. നമ്മളെ സഹായിക്കുവാൻ ജഗദീശ്വരൻ നമ്മളോടൊപ്പം ദൂതന്മാരെയാണ് അയക്കുന്നത്. പണ്ട് കാലത്ത് ഇവിടെ വന്നുകൊണ്ടിരുന്നവർക്കറിയാം, ഇവിടെ നിന്ന് ഭഗവാനോട് യാത്ര ചോദിച്ചിട്ട് പോയാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പാടില്ല. ഒരു കാര്യത്തിന് വന്നു, ദക്ഷിണ കൊടുത്തു, മോനെ പോയിട്ട് വരട്ടെ എന്ന് ചോദിച്ചാൽ അപ്പോഴേ ഇറങ്ങിക്കോണം, പോയിക്കോണം. കാരണം എന്താണ്? കൂടെ അയക്കുകയാണ് ദൂതന്മാരെ. ആ വഴിക്ക് അങ്ങനെ ആ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി പോകുമ്പോൾ ഒരു തടസ്സവും മുടക്കവും കൂടാതെ അത്ഭുതമായി നമ്മുടെ കാര്യം സാധിക്കാൻ കഴിയും. ഓരോ കാര്യങ്ങൾക്കും പോകുമ്പോൾ അങ്ങനെയായിരുന്നു. അങ്ങനെയുള്ള അനുഭവസ്ഥത ഇന്നുമുണ്ട്. അതൊന്നും ഒരു മാറ്റവുമില്ല. നമ്മളിൽ വരുന്ന വീഴ്ചകളും താഴ്ചകളുമാണ് നമുക്ക് അനുഭവ സുഖത്തെ കുറയ്ക്കുന്നത്. നമ്മൾ അനുഭവ ഗുണത്തിൽ വളരേണ്ടവരാണ്. ഗുണത്തെ നമ്മളിൽ ഭവിപ്പിക്കുവാൻ, ദോഷങ്ങളെ നമ്മളിൽ നിന്ന് ഒഴിക്കുവാൻ ഗുണസമ്പൂർണനാകുന്ന ജഗദീശ്വരൻ തിരുവതാരമായി വന്ന് തന്റെ സർവ സൽഗുണങ്ങളെയും നമ്മളിലേക്ക് പകർത്തുവാനുള്ള സത്യത്തെ, ആ സർവജ്ഞാനത്തെ നമ്മളിൽ ഉപദേശിച്ച് തന്നിരിക്കുന്നു. അതിനനുസരിച്ച് നമ്മൾ ജീവിതം ചെയ്യുക. ജഗദീശ്വരന്റെ ജന്മനക്ഷത്രം നമുക്ക് ഓരോരുത്തർക്കും ഈ സർവജ്ഞാനത്തെ ഉപദേശിച്ചു തന്ന, നമ്മളിൽ ഈ സർവജ്ഞാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള നിയമ വ്യവസ്ഥകൾ ദാനം ചെയ്ത നമ്മുടെ ദൈവത്തിന്റെ, നമ്മുടെ പരമഗുരുവിന്റെ ജന്മദിനം അത് നമുക്ക് ഓരോരുത്തർക്കും ഒത്തുചേർന്ന് ആനന്ദമായി കൊണ്ടാടുവാനും സർവ്വദേവീദേവന്മാരുടെയും ദൂതപരിവാരങ്ങളുടെയും സാമീപ്യവും സാന്നിധ്യവും കരുതലും അനുഭവിക്കുവാനും പ്രകൃതി നമുക്ക് തുണയായിരുന്നുകൊണ്ട് ഈ കർമ്മങ്ങൾ നടത്തുവാനും നിങ്ങൾ ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുക. ജഗദീശ്വരൻ എല്ലാം സ്വീകരിച്ച് നമുക്ക് പൂരം ആനന്ദോത്സവമാക്കി ദാനം ചെയ്യുമാറാകട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനോത്സവമായി ജഗദീശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. ദൈവം സകല പ്രാർത്ഥനകളും കേട്ട് നമുക്ക് ആനന്ദമായെല്ലാം അനുഭവപ്പെടുത്തി തരുമാറാകട്ടെ. നമുക്ക് ലോകത്തിനും ദേവീദേവന്മാർക്കും ആനന്ദമായി ഭവിക്കട്ടെ. പ്രകൃതി അതിനുവേണ്ടി നമുക്ക് തുണയായി നിൽക്കട്ടെ. സർവപ്രപഞ്ച പ്രകൃതികളും ഈ തിരുനാമത്തിൽ ആഘോഷിക്കട്ടെ. ഈ തിരു ജന്മനക്ഷത്രം ആനന്ദമായി ലോകത്തിന് അനുഭവപ്പെടുമാറാകട്ടെ. കേടുപാടുകളില്ലാതെ, ദുഃഖദുരിതങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ സർവ ആത്മബോധോദയ സംഘാംഗങ്ങളും ഈ ജന്മനക്ഷത്രം ആഘോഷിക്കുവാൻ തക്ക വിധത്തിൽ ജഗദീശ്വരൻ ഉൾക്കരുണയോടുകൂടി എല്ലാം പ്രകൃതിയിൽ കൂടി ഒരുക്കി ദാനം ചെയ്യുവാനാകട്ടെ. എല്ലാം ഏവർക്കും ദാനം ചെയ്യുവാനാകട്ടെ. ഒരു ദുഃഖത്തിനും ഒന്നുകൊണ്ട് വിടവരാത്ത വിധത്തിൽ ജഗദീശ്വരനും ദൂതന്മാരും കരുതി കർമ്മിച്ച് ആനന്ദമാക്കുമാറാകട്ടെ. Basi
ആത്മാ